NSUവിൻ്റെ പുതിയ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ഒരു യൂണിഫോം സ്ട്രക്ചർ ഈ രാജ്യത്തെമ്പാടും ഉണ്ടാക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ താല്പര്യം, ഒരു ഇൻചാർജ് എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യവൽക്കരണത്തിലൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും താഴെ ക്യാമ്പസ് യൂണിറ്റ് മുതൽ സംസ്ഥാന യൂണിറ്റ് വരെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു വലിയ ഒരു സിസ്റ്റമായിരുന്നു. അത് കൃത്യമായി സംഘടനാപരമായി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ അത് ജനാധിപത്യവൽക്കരണം എന്ന മഹത്തായ ആശയം അത് ഒരു പരിധിവരെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറേ വിഷയങ്ങളിൽ ഇടപെടാനും ഒരു വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ UPA സർക്കാരിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ അഴിമതി ഇന്ത്യയിൽ ഉയർന്നു കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ലോക്പാൽ ബിൽ പോലുള്ള അതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. യുവജന പ്രസ്ഥാനത്തിൻ്റെ നയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ, ഒരു യുവജന വക്താവ് എന്നുള്ള രീതിയിൽ എങ്ങനെ കാണുന്നു അതിനെ? ഒരു പരിധിവരെ ഈ ഗവൺമെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മുന്നണി സംവിധാനത്തിൽ മറ്റ് പാർട്ടികളെ നിയന്ത്രിക്കുന്നതിൽ കോൺഗ്രസ്സിന് ഒരു പരിധിവരെ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരെ കൃത്യമായി അവർക്കെതിരെ നടപടി എത്തിക്കാൻ, ആ മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കാരണം ഇന്ന് UPA ഗവൺമെൻറ്റിൻ്റെ ഇമേജ് ടാർണിഷ്ഡായി എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എനിക്ക് ശരിക്കും UPA ഗവൺമെൻറ്റിന് തെറ്റ് പറ്റി എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, ഇപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ്, സുരേഷ് കൽമാടി ഉൾപ്പെട്ടിട്ടുള്ള കോമൺവെൽത്ത് ഗെയിംസ് ആണെങ്കിലും 2G അഴിമതി ആണെങ്കിലും ഇതെല്ലാം സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിച്ഛായയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാരാണ് കുറ്റക്കാരെങ്കിലും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ള ഏറ്റവും ജനാധിപത്യപരമായ നടപടി കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മളൊരു സൈഡിൽ കൂടി നോക്കണം. ഈ 2G സ്പെക്ട്രം പുറത്തു കൊണ്ടുവന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന വിപ്ലവകരമായ UPA ഗവൺമെൻറ്റിൻ്റെ ഒരു നയമായിരുന്നു, ഒരു ആക്റ്റായിരുന്നു. അപ്പോൾ ഈ നിയമത്തിലൂടെയാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും എമ്പാടുമുള്ള അഴിമതി കഥകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റ് പ്രവർത്തനങ്ങളും പുറത്തു വരുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ UPA ഗവൺമെൻറ്റിൻ്റെ സൃഷ്ടി തന്നെയാണ്. അതിൽ ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് നരേഗയും RTIയും എല്ലാം കൊണ്ടുവന്നത്. അപ്പോൾ മെസ്സേജ് വളരെ ക്ലിയറാണ് സർക്കാരിൻ്റെ. ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നവരാരായാലും, അത് എത്ര വലിയവരായാലും അവർ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ഈ അണ്ണാ ഹസാരെ ഉയർത്തിക്കാട്ടുന്ന ലോക്പാൽ ബിൽ, അതിനോട് എങ്ങനെയാണ് കാണുന്നത്? അതിന് എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അല്ലെങ്കിൽ ഏത് സംവിധാനത്തിനെ ആയാലും ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അവരെ അതിൻ്റെ പരിധിക്ക് വരുത്താൻ സാധിക്കുമെങ്കിൽ വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ട്രാൻസ്പെറൻസി പൊതുപ്രവർത്തകർക്കും ജുഡീഷ്യറി സംവിധാനത്തിനും എതിരെ എല്ലാം ട്രാൻസ്പെറൻസിയാണ് എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് അത്തരത്തിൽ ഉള്ള ഒരു സംവിധാനം നിലവിൽ വരണം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ട് എങ്കിൽ അത് കൃത്യമായി നടപ്പാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ മിക്കതും മുന്നണികളുടെ കുടക്കീഴിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവർ പൂർണ്ണമായിട്ടും ഇതിൻ്റെ തണലിലായി പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ അതിനോട് ഞാൻ പ്രതികരിക്കും. അങ്ങനെ തണലിലായി പോകുന്നു ഞാൻ കരുതുന്നില്ല. കാരണം പലപ്പോഴും വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വിദ്യാർത്ഥി യുവജന പക്ഷത്തു നിന്നുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അങ്ങനെ ആയിരിക്കണം. അല്ല എങ്കിൽ ഈ ഒരു കാലത്ത് തിരുത്തൽ ശക്തികളായി പ്രവർത്തിച്ചിരുന്ന ഈ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് യാതൊരു അർത്ഥവുമില്ലാതായിപ്പോൾ. ഈ നേതാക്കന്മാർ തെറ്റ് ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള സംഘടനകളാണ് ഇതെല്ലാം. KSU, യൂത്ത് കോൺഗ്രസ് എല്ലാം. അവരെല്ലാം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ വിദ്യാർത്ഥി പക്ഷ നിലപാടായിരിക്കണം എടുക്കേണ്ടത്. കൊടിയുടെ നിറം നോക്കി നിലപാടെടുക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. പക്ഷെ പലപ്പോഴും അങ്ങനെ ഒരു ആക്ഷേപം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് മുന്നണികൾക്കും വിദ്യാർത്ഥി യുവജന സംഘടനകൾക്കും. ശരിക്കും ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുപ്പായം അണിഞ്ഞില്ലായിരുന്നെങ്കിൽ ഹൈബീഡൻ ഏത് മേഖലയിൽ എത്തിപ്പെടുമായിരുന്നു? എനിക്കറിയില്ല. ഞാനൊരു പക്ഷേ ഒരു MBA വല്ലതും കരസ്ഥമാക്കി മറ്റേതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടും. അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ NSSലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. നാഷണൽ സർവീസ് സ്കീമിൽ ഒരുപാട് വർഷങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ MSW എടുത്ത് സോഷ്യൽ വർക്കിൽ ഏർപ്പെടാനും ചിലപ്പോൾ സാധ്യത ഉണ്ടായിരുന്നു. MSWൻ്റെ എൻ്റെ അഡ്മിഷൻ വരെ ഞാൻ എടുത്തതാണ്.
പക്ഷേ അന്ന് ജില്ലാ KSU കമ്മിറ്റി പ്രസിഡന്റ് ആയതുകൊണ്ട് അത് മാറിയിട്ട് പിന്നെ ലോയ്ക്ക് ചേരേണ്ടി വന്നു. അപ്പോൾ ഒന്നെങ്കിൽ പൊതുപ്രവർത്തനം മറ്റൊരു രീതിയിൽ, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെൻറ്റ് രംഗങ്ങളിൽ കൂടുതൽ സജീവമായി ഉണ്ടാകുമായിരുന്നു. ഏതായാലും ഈ അനുഭവ സമ്പത്തുകളെല്ലാം അടുത്ത 5 വർഷം താങ്കളുടെ മണ്ഡലത്തിൽ ഒരു വൻ വികസനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. നന്ദി, നമസ്കാരം.